വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, പ്രസംഗിക്കാനായി ഞാൻ ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ കൂവുമായിരിക്കും, എന്നെ പരിഹസിക്കുമായിരിക്കും. ഈ വർഷം ഇലക്ഷൻ അവസാനിക്കുമ്പോൾ ഈ കോളേജിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് SFIയുടെ ചുവന്ന കൊടിയായിരിക്കും. അതവന്റെ അല്ല. സ്റ്റാലിന്റെ ശക്തമായ കയ്യിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ ഒരു പ്രശസ്ത കവയത്രി ഉണ്ടായിരുന്നു, അന്ന അഗ്ബദേവ. അവരുടെ റഗ്ബി എന്ന കവിതാ സമാഹാരത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: വസന്തമെന്ന് കരുതി നമ്മൾ നെഞ്ചോട് ചേർത്തത് മഞ്ഞുകാലത്തെയായിരുന്നു. അവർ കൃത്രിമമായ പൂക്കളും കൃത്രിമമായ മരങ്ങളും കൊണ്ട് വസന്തം ഇവിടെ വിരിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വസന്തമല്ല എന്ന് സർഗാത്മകതയ്ക്ക് അവർ ശവക്കച്ച ചെയ്തു. ഇവിടെ സർഗാത്മകതയ്ക്ക് ശവക്കച്ച ചെയ്യുവാനല്ല ഞാൻ നിൽക്കുന്നത്, ഇവിടെ കത്തിയെടുക്കുവാനോ അക്രമം തീർപ്പിക്കുവാനല്ല ഞാൻ നിൽക്കുന്നത്. മറിച്ച് ക്യാമ്പസിന്റെ മുഖം, നിങ്ങളുടെ മുഖം പ്രതിഫലിക്കുന്ന നിങ്ങളുടെ മുഖപത്രത്തിന് ശക്തമായി തൂലിക കരുതേണ്ടുവാനാണ് ഞാൻ നിങ്ങൾക്ക് നിൽക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ മനസ്സാക്ഷിയാണ് കേൾക്കുക, അല്ലാതെ കത്തിയും കരുതാൻ നിർത്തുന്നതല്ല. മണ്ണിനോടും വിദ്യാർത്ഥി മനസ്സിനോടും ചേർന്ന് നിൽക്കാത്ത പോലെയുള്ള ഒരു മാഗസിൻ ചാവുപാടൽ എന്ന കട്ടുള്ള ഒരു പേരിട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇത് ക്യാമ്പസിനെ കണ്ടെത്താൻ സാധിച്ചത് എന്ന് ഞാൻ ചോദിക്കുക. ഞാൻ വായിച്ചു കുഴിഞ്ഞു. സുഹൃത്തെ, ആ കൊടിയിലേക്ക് നോക്കൂ, എന്നിട്ട് കുഴു പണി നോക്കാൻ പത്രം വായിക്കുന്ന കിടന്നത്. ഞാനും പത്രം വായിക്കാറുണ്ട്. സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അത്ര എനിക്കറിയാം. ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് വ്യക്തമായി പറയാം എന്താണ് സ്വാതന്ത്ര്യം. നിങ്ങൾ കഴിവ് നോക്കിയാൽ അക്രമവും ആരോഗ്യം നോക്കിയാൽ